സോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് എന്തായിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പ്യുവർ കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. സം എക്കണോമിസ്റ്റ് ലൈക്ക് ചാംബർലിൻ ആൻഡ് നൈറ്റ് മേക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്യുവർ കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സാധാരണഗതിയിൽ പ്യുവർ കോമ്പറ്റീഷനും ഈ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് എക്കണോമിസ്റ്റ്. അതിൽ പറയുന്നുണ്ട് സം പ്യുവർ കോമ്പറ്റീഷൻ ഈസ് സെറ്റ് ടു എക്സിസ്റ്റ് if only first 4 of the conditions mentioned above are satisfied. It is said to exist when element of monopoly is absent from the market. The perfect competition is a broader term than pure competition. Perfect competition involves absence of monopoly as well as perfection in many other aspects such as perfect mobility of factors of production and perfect knowledge of the market. In short, pure competition is equal to perfect competition or minus 2 conditions, perfect knowledge and perfect mobility. Pure competition is more elastic concept than perfect competition. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന, അതായത് ഇത്രയും വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് പ്യുവർ കോമ്പറ്റീഷനും ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനും സെയിം തന്നെയാണ്. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ പറഞ്ഞു പ്യുവർ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, അത് 4 നമ്മൾ പഠിച്ചതാണ് അല്ലേ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വേണം, ഹോമോജീനിയസ് പ്രോഡക്റ്റ് വേണം, എ സിംഗിൾ പ്രൈസ് വേണം, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ആണ്. ഇത് 4 വന്നാൽ മാത്രമേ അതിനെ പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുള്ളൂ അല്ലേ. ഈ പ്യുവർ കോമ്പറ്റീഷനിൽ മോണോപ്പൊളി പറഞ്ഞൊരു സംഗതിയേ ഇല്ല. മോണോപ്പൊളി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിംഗിൾ പ്രൊഡ്യൂസറും സിംഗിൾ പ്രോഡക്റ്റും ഉള്ളൊരു അവസ്ഥയാണ് ഈ മൊണോപ്പൊളി അല്ലേ. അവരെന്ത് കൊടുത്താലും അത് മാത്രം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന കൺസ്യൂമേഴ്സും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് മൊണോപ്പൊളി. അപ്പോൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞൊരു സംഗതി ഏതിലില്ല, ഈ പറഞ്ഞ പ്യുവർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇല്ല അല്ലേ. അപ്പോൾ ഈ പ്യുവർ കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ, പ്യുവർ കോമ്പറ്റീഷൻ ഈസ് ഈക്വൽ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. രണ്ടും ഈക്വലാണ്, പക്ഷെ -2 കണ്ടീഷൻസ്. എന്തൊക്കെ 2 കണ്ടീഷൻസ് അതിൽ ഡിഡക്റ്റ് ചെയ്യണം? പെർഫെക്റ്റ് നോളേജ് ആൻഡ് പെർഫെക്റ്റ് മൊബിലിറ്റി. പെർഫെക്റ്റ് നോളേജും പെർഫെക്റ്റ് മൊബിലിറ്റിയും ഈ പറഞ്ഞ പ്യുവർ കോമ്പറ്റീഷൻസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്യുവർ കോമ്പറ്റീഷനായി, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായി. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി. എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി? Before discussing the equilibrium of firm and industry, let's study the following 3 terms. നമുക്കതിന് മുൻപ് 3 ടേംസ് പഠിക്കാം എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ 3 ടേംസ് പഠിക്കാം. അതിൽ പറയുന്നുണ്ട് ഇക്വിലിബ്രിയം, ഫേം, ഇൻഡസ്ട്രി. അപ്പോൾ ഈ 3 ടേംസിനെ കുറിച്ച് നല്ല വിവരം ഉണ്ടായാൽ മാത്രമേ എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ, ദ ടേം ഇക്വിലിബ്രിയം ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം the 2 Latin words equus and libra. The word equus means equal, the libra means balance. Thus equilibrium means equal balance. The literary meaning of the term equilibrium is state of rest or stability or position from which no change is required. When a firm or industry is said to be in equilibrium, when it does not intend to change the volume of output which is producing. The firm will be in this position when it is earning maximum profit or incurring minimum loss. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം എന്നുള്ളതിൽ ഇരുന്ന് മനസ്സിലാക്കാവുന്ന എന്താണ്, ഇവിടെ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയോ ഫേമോ അല്ലെങ്കിൽ ഓർഗനൈസേഷനോ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന ആ പൊസിഷനിൽ നിന്ന് പിന്നീട് പുറകോട്ടോ മുന്നോട്ടോ പോവേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു പോയിന്റിൽ ഇവർക്ക് മാക്സിമം കിട്ടിക്കൊണ്ടിരിക്കും, പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇക്വിലിബ്രിയം. പിന്നെ ആ ടേം ഇക്വിലിബ്രിയം പറഞ്ഞ വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അക്വിസും ലിബ്ര പറഞ്ഞ 2 വേർഡ്സാണ്. അത് പറഞ്ഞാൽ ഈക്വൽ എന്നും
അല്ലേ. ലിബ്ര മീൻസ് ബാലൻസ് എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ബാലൻസ് എന്നൊക്കെയുള്ള രീതിയിലാണ് മീനിങ് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം പറഞ്ഞ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റാണ്. അതായത് ഇനി അവിടെ റെസ്റ്റ് ചെയ്തോളൂ, ഇനി അതിനൊരു ചേഞ്ചസ് ഒരിക്കലും വരുത്തണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഇക്വിലിബ്രിയം. ഫേം എന്ന് പറഞ്ഞാലോ, ഫേം ഈസ് എ ബിസിനസ് യൂണിറ്റ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പെർട്ടിക്കുലർ കമോഡിറ്റി ഫോർ സെല്ലിങ് ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ്. ഒരു ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് യൂണിറ്റാണ്. അത് എന്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു അല്ലേ. എന്തിനു വേണ്ടിയിട്ട്, ഫോർ സെല്ലിങ് ഇറ്റ് അറ്റ് പ്രോഫിറ്റ്, അത് പ്രോഫിറ്റിന് വേണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി പറഞ്ഞത് എന്താണ്, ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി പറഞ്ഞാൽ എന്താണ്, എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഓൾ ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം പ്രോഡക്ട്സ് ഈസ് കോൾഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫേംസിനെയും ഒരുമിച്ച് നമുക്ക് വേണിച്ച് ഇൻഡസ്ട്രി എന്ന് പറയാം. ഇപ്പോൾ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് പ്രൊഡ്യൂസിങ് ഫേം, ഇപ്പോൾ റെക്സോണ പ്രൊഡ്യൂസിങ് ഫേം. ഓക്കെ, ഇതേപോലെ റെക്സോണ പോലെ അതൊരു പെർട്ടിക്കുലർ ബ്രാൻഡാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബ്രാൻഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഫേം എന്ന് പറയാം. ഇനി സിമിലർ വേയിൽ സോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഫേംസിനെ നമുക്ക് ഓൾ ടുഗെദർ എന്ത് പറയാം, ഒരു ഇൻഡസ്ട്രി എന്ന് പറയാം അല്ലേ. എ ഗ്രൂപ്പ് ഓർ കളക്ഷൻ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് ദ സെയിം പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എന്താണ് ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളതാണ് നെക്സ്റ്റ്. Now we can explain the equilibrium of firm and industry under perfect competition. Perfect competitionൽ എന്താണ് equilibrium of demand and supply എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Under the perfect competition, an industry consists of a number of firms producing identical or homogeneous product. Since there are large number of firms or sellers, an individual firm has no control over the price. The industry will fix the price. This means at the only one price is prevailing in the market. This further means that all firms will charge the same price. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ പറയുന്നുണ്ട്, ഇവിടെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു കാര്യം എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് നമ്പർ ഓഫ് ഫേംസ് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. ഓക്കെ, അവിടെ എന്തുണ്ട്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട് അല്ലേ. അവിടെ പ്രൈസിന് ഒരു ഇൻഡിവിജ്വലിന് ഒരിക്കലും അതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റിന് ഫോളോ ചെയ്യേണ്ടത് അല്ലേ. ദിസ് മീൻസ് ദാറ്റ് ഓൺലി വൺ പ്രൈസ് ഈസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, ഒരൊറ്റ പ്രൈസേ ആ മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ അവിടെ പ്രിവെയിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലേ. ദിസ് ഫർദർ മീൻസ് ദാറ്റ് ഓൾ ഫേംസ് വിൽ ചാർജ് ദ സെയിം പ്രൈസ്. അപ്പോൾ അതിൻ്റെ ഒരു വൈഡായിട്ടുള്ള മീനിങ് എന്താണെന്ന് പറയുകയെന്ന് വെച്ചാൽ, എല്ലാ ഫേംസും ഒരു ഇൻഡസ്ട്രി ഫിക്സ് ചെയ്യുന്ന പ്രൈസ് തന്നെ ഫോളോ ചെയ്യും അല്ലേ. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമുക്കറിയാം ഏത് കോമ്പറ്റീഷനിലായാലും പെർഫെക്റ്റോ ഇംപെർഫെക്റ്റോ എന്തായാലും അതിലെല്ലാം എന്താണ് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ഡിമാൻഡും സപ്ലൈ ആണ് അല്ലേ. മാർഷൽ stated that both the elements of demand and supply are required for the determination of price of a commodity in same manner as both the blades of scissors are required to cut a cloth. അപ്പോൾ മാർഷൽ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്താണ്, എപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വി ഷുഡ് ഹാവ് സം ഫുൾ നോളേജ് അബൌട്ട് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ ഒരു കത്രികയുടെ 2 ബ്ലേഡായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ എങ്ങനെ നമുക്ക് 2 സിസേഴ്സിൻ്റെ ബ്ലേഡ്സ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഡിമാൻഡ് സപ്ലൈ. നമുക്ക് എന്താ കട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഒന്നും കട്ട് ചെയ്യാനില്ല, നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലേ. അപ്പോൾ ദിസ് പ്രൈസ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ എവിടെയാണോ പ്രൈസും ഡിമാൻഡും സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്നത് ആ സിറ്റുവേഷനിലുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ് അല്ലേ. ദ ക്വാണ്ടിറ്റി ബോട്ട് ആൻഡ് സോൾഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈഡ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്ര നമ്മൾ ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ടോ അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, എത്ര നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടോ അതാണ് ഇക്വിലിബ്രിയം പ്രൈസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇലിസ്ട്രേഷനിൽ പറയുന്നുണ്ട്, ഫിഗർ 4 പറയുന്നുണ്ട്.
പ്രൈസ് വൈ ആക്സിസിലും ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ് ആക്സിസിലും കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ യൂഷ്വലായിട്ട് നമ്മൾ പറയും പോലെ ഡി ഡി ഡിമാൻഡ് കർവും SS സപ്ലൈ കർവും. എന്നിട്ട് അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമുക്ക് പ്രൈസ് ഈക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. ഈ കട്ട് ചെയ്യുന്ന പോയിൻറ്റിന് നമുക്ക് ഈക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിന് ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ അതൊക്കെ എക്സസ് സപ്ലൈ ആണ്. അതേപോലെ ഇക്വിലിബ്രിയം പോയിൻറ്റിന് താഴെ വരുന്ന എന്താണ് എക്സസ് ഡിമാൻഡുമാണ് അല്ലേ. അപ്പോൾ അതാണ് P1 P2 എന്നുള്ള രീതിയിൽ പ്രൈസ് ചേഞ്ചസിൽ വരുന്ന പ്രൈസ് ചേഞ്ചസ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് എക്സസ് സപ്ലൈ എക്സസ് ഡിമാൻഡും ഇക്വിലിബ്രിയം പോയിൻറ്റിലും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.